ഇന്നിപ്പോൾ വൈകുന്നേരത്തെ എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പഴം നല്ല പഴുത്തത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതി അവൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്നൊരു ചായക്കടി ഉണ്ടായിരുന്നു ഇതുപോലെ ചെറുപഴം വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പഴമൊക്കെ ഒന്ന് നല്ലപോലെ തൊലി കളഞ്ഞിട്ട് ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇനി ആ പഴത്തിനൊരു മുറുക്കം കിട്ടാൻ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊണ്ട് ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. പഴം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. തേങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചായയുടെ കടിയാണ് വൈകുന്നേരത്തൊക്കെ കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ വല്ല ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ കുഞ്ഞ് കുഞ്ഞ് നമ്മളെ പൊക്കവടയൊക്കെ പോലത്തെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ അതിങ്ങോട്ട് കോരി എടുക്കുക കേട്ടോ. എണ്ണ ഒന്നും അധികം കുടിക്കണില്ല അരിപ്പൊടി ഇടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അത് നല്ല പുറത്ത് നല്ലൊരു ക്രിസ്പായിങ്ങാണ്ട് കിട്ടും കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിങ്ങാണ്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഫസ്റ്റ് ട്രിപ്പ് അവിടെ സെറ്റായി വന്ന് രണ്ടാമത്തത് ഞാൻ എണ്ണയിലേക്ക് ഇട്ടിക്കുകയാണ് കേട്ടോ, ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ചൂടാറാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇടയിൽ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.